ഇന്ന് നടന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും ആൻസറുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവരി സൺഡേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ദേ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഇവിടെ ദേ എന്ന സബ്ജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിലറി കണ്ടെത്തിയാൽ മാത്രം മതി. ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. നമുക്ക് നോട്ടൊന്നും വരാത്തതുകൊണ്ട് പോസിറ്റീവ് സെന്റൻസ് തന്നിരിക്കുന്നത്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം? നെഗറ്റീവ് ടാഗ് ചെയ്യണം. നെഗറ്റീവ് ടാഗ് ചെയ്യണം. അപ്പൊ നോക്കിയേ, നെഗറ്റീവ് ടാഗാണ് എല്ലാം തന്നിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തില് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ കണ്ടെത്തണം. നോക്കിയേ, വെർബ് V1 ആണെങ്കിൽ അവിടെ വരുന്ന ഓക്സിലറി ഡു വെച്ച് ടാഗ് ചെയ്യാം. വെർബ് എസ്സിൽ അവസാനിക്കുന്ന ഓക്സിലറി ആണെങ്കിൽ നമുക്ക് ഡസ് വെച്ച് ടാഗ് ചെയ്യാം. വെർബ് V2 ആണെങ്കിൽ നമുക്ക് ഏത് വെച്ച് ടാഗ് ചെയ്യാം? ഡിഡ് വെച്ച് ടാഗ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഗോ എന്ന് പറയുന്നത് V1 ആണ്. V1 ആയതുകൊണ്ട് ഡു വെച്ച് ടാഗ് ചെയ്യാം. അപ്പൊ ഡു എന്ത് ചെയ്യും? ഡു ഓക്സിലറി ആയിട്ട് കിട്ടി. ഡൂവിനോടൊപ്പം നോട്ട് വരുന്ന എന്ത് മാറ്റം വരുന്നു കൂട്ടില്ലേ? ഡോണ്ട് വരുന്നു. അപ്പൊ ഡോണ്ട് വരുന്ന ഓപ്ഷൻ നോക്കിയേ, ഏതാണ് ഡോണ്ട് വരുന്ന ഓപ്ഷൻ? ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, മൈ ബ്രദർ ഈസ് ഡാഷ് റീഡിങ് സയൻസ് ഫിക്ഷൻ. കണ്ടല്ലോ, ഇപ്പൊ ജെറണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. പ്രിപ്പോസിഷൻ ഫില്ലപ്പ് ചെയ്യാനാണ്, പക്ഷെ ജെറണ്ടിന്റെ ടോപ്പിക്കാണ്, നമ്മളിത് പഠിച്ചതാണ്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തില് ഇൻട്രസ്റ്റഡ് അതുപോലെ ഇൻട്രസ്റ്റഡ് അതുപോലെ സക്സസ് ഇൻട്രസ്റ്റഡ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഇൻ പ്ലസ് ING ചേർത്ത് പറയണം. ഇൻ പ്ലസ് ING ചേർത്തിട്ട് പറയണം. അതാ ഇൻട്രസ്റ്റഡ് കിടക്കണ്ടോ? അതുകൊണ്ട് നമുക്ക് ഏത് ചേർക്കാം? ഇന്ന്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ പഠിച്ച വാക്കാണ് പ്രിപ്പോസിഷൻ പ്ലസ് ING വരുന്ന മറ്റു വാക്കുകളും കൊണ്ടൊന്ന് പറഞ്ഞു പോയി. ഏതായിരുന്നു? ഒന്നാമത്തത് വിത്ത് എ വ്യൂ. അതേപോലെ രണ്ടാമത്തത് ലുക്ക് ഫോർവേഡ്. അതുപോലെ മൂന്നാമത്തേത് ലുക്ക് ഫോർവേഡ് ഒബ്ജക്റ്റഡ്. അടുത്തത് അഡിക്റ്റഡ്. അടുത്തത് അക്യുസ്റ്റോംഡ്. അടുത്തത് ഡെഡിക്കേറ്റഡ്. അതുപോലെ കമ്മിറ്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും 2+ING ഉത്തരം. 2+ING ഉത്തരം പഠിച്ചതല്ലേ? അതുപോലെ റിഫ്രൈൻ. അതുപോലെ പ്രൊഹിബിറ്റഡ്. റിഫ്രൈൻ പ്രൊഹിബിറ്റഡ്. അതുപോലെ പ്രിവെന്റഡ്. റിഫ്രൈൻ പ്രൊഹിബിറ്റഡ് പ്രിവെന്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഫ്രം പ്ലസ് ING ചേർത്ത് പറയുക. ഓർമ്മിച്ചു വെച്ചിരിക്കാം, ഫ്രം പ്ലസ് ING. അടുത്ത് വരുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ വന്നാലോ ഫ്രം പ്ലസ് ING ചേർത്തിട്ട് പറയുക. അതുപോലെ ഇൻസിസ്റ്റ്. കീന്. ഈ വാക്കുകളിൽ എന്ത് ചേർത്ത് പറയുക? ഓൺ പ്ലസ് ING ചേർത്ത് പറയുക. ING ചേർത്തിട്ട് പറയുക. ഇൻസിസ്റ്റ് കീന് കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING. ഒരെണ്ണം കൂടെ പഠിക്കാം, കോൺഫിഡന്റ്. അതേപോലെ ഫോണ്ട്. ടയേർഡ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓഫ് പ്ലസ് ING ചേർത്ത് പറയുക. ചേർത്തിട്ട് പറയുക, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കി, ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. നമ്മൾ പഠിച്ചതാണ്. ഹാസ് ബീന്, അതേപോലെ ഹാവ് ബീന്, അതുപോലെ ഹാഡ് ബീന് വരുന്ന സെന്റൻസുകളിൽ ഉത്തരം ഏതായിരിക്കണം? സിൻസ് അല്ലെങ്കിൽ ഫോർ ആയിരിക്കണം. അതായത് പ്രിപ്പോസിഷൻ സിൻസ് അല്ലെങ്കിൽ ഫോർ ആയിരിക്കണം. ഇവിടെ നോക്കൂ, സിൻസും ഉണ്ട് ഫോറും ഉണ്ട്. രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? 10 years എന്ന് തന്നിട്ടുണ്ട്. 10 years എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമാണ്. പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോർ ചേർത്തിട്ട് പറയുക. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ എന്ത് ചേർത്ത് പറയുക? സിൻസ് ചേർത്ത് പറയുക. നമുക്ക് അവിടെ ഉത്തരം ഏത് വരുന്നു? 4. ഓപ്ഷൻ സി 4 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, ഇഫ് യു സ്റ്റഡി വെൽ യു പാസ് ദ എക്സാമിനേഷൻ. കണ്ടീഷണൽ സെന്റൻസുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നോക്കടോ, സ്റ്റഡി എന്ന് പറയുന്ന V1 ആണ്. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വല്ലതും വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കണം? വില്ല്, അതുപോലെ ഷാള്, അതുപോലെ ക്യാൻ, അതുപോലെ മേ പ്ലസ് V1 ആയിരിക്കണം. വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. അതായത് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ്. അതുപോലെ ഇഫ് കഴിഞ്ഞിട്ട്
V2 ആണ് വരുന്നെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നെങ്കിൽ വുഡ്, അതുപോലെ ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരണം. അത് കഴിഞ്ഞിട്ട് ഇഫ് കഴിഞ്ഞിട്ട് ഏത് വന്നിട്ടുണ്ടെന്ന് നോക്കാം, ഹാഡ് പ്ലസ് V3 ആണ് വരുന്നെങ്കിൽ, മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരണം. ഓക്കെ, നമുക്ക് ഇവിടെ ഉത്തരം ഏത് വരുന്നു? ഇവിടെ വില്ല്. അതുകൊണ്ട് സ്റ്റഡി V1 ആയതുകൊണ്ട് വില്ല് ഉത്തരമായിട്ട് വരുന്നു. എ ഓപ്ഷൻ ആണ് ഉത്തരം. അടുത്ത് നോക്കി, one of the boys dash absent today. പഠിച്ചതാണ്. one of either of അതുപോലെ neither of, one of, either of, neither of, each of, every one of. ഈ വാക്കിൽ ഏത് കഴിഞ്ഞിട്ടും തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റും എന്നാൽ വെർബ് സിംഗുലാറും ആയിരിക്കും. നമുക്ക് ഇവിടെ ബോയ്സ് എന്ന് പറയുന്ന പ്ലൂറലാണ്, വൺ ഓഫ് വന്നിരിക്കുന്നു, സിംഗുലാർ വെർബ്, ആറ് പ്ലൂറലാണ്, വേറെ പ്ലൂറലാണ്, ഹാവ് പ്ലൂറലാണ്, ഈസ് സിംഗുലാർ. നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത് ഈസ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. കണ്ടല്ലോ, ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിച്ചതാണ്. ലാസ്റ്റ് വരുന്ന സെന്റൻസുകളിലൊക്കെ ഏതുത്തരം? V2. എന്നു പഠിച്ചു? അലി, ALY, അലി 2024 പ്ലസ് V2 എന്നാണ് പഠിച്ചത്. എയിൽ വരുന്ന വാക്ക് എഗോ, എല്ലിൽ വരുന്ന വാക്ക് ലാസ്റ്റ്, വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ വർഷങ്ങൾ. നമുക്ക് V2 ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ V2 ആണെന്ന് പറഞ്ഞു. V2 ഏതാണ്? വിസിറ്റഡ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. നമ്മളെല്ലാം പഠിച്ചതാണോ? അല്ല. അടുത്ത് നോക്കി, ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. കണ്ടല്ലോ, തന്നിരിക്കുന്നതില് എന്ത് ചെയ്യും? ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ടതാണ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എന്നാണ്, കെട്ടിപ്പടുക. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് എന്നാണ്. പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നാണ്, ധരിക്കുക എന്നാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ധരിക്കുക എന്ന അർത്ഥത്തിൽ ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി, ദ ആന്റണിം ഓഫ് അമച്വർ. അമച്വർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി പരിചയമില്ല. എന്ത് ചെയ്യുന്നു? അതായത് കുഞ്ഞാണ്. എന്ത് ചെയ്യുന്നു? ആ ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ അമച്വർ ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത്ര പരിചയമില്ലാത്ത ആൾക്കാർ എന്ന അർത്ഥത്തിൽ പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ ഉണ്ട്, സ്ട്രേഞ്ച് ഉണ്ട്, ഓണസ്റ്റ് ഉണ്ട്, ഇൻഡിഫറൻറ്റ് ഉണ്ട്. ഏതാണ്ടോ പ്രൊഫഷണൽ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ കഴിവുള്ള ആൾക്കാരായിരിക്കും. അമച്ചർ കഴിവ് അത്ര ഇതില്ലാത്ത ആൾക്കാർ, സ്ട്രേഞ്ച് അപരിചിതൻ, ഓണസ്റ്റ് സത്യസന്ധൻ, ഇൻഡിഫറൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻറ്റ് വ്യത്യാസം, ഇൻഡിഫറൻറ്റ് വ്യത്യാസമുള്ളത് എന്നർത്ഥത്തിൽ പറയുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ ഡാഷ്. നമുക്ക് കൺഫ്യൂസിങ് വേർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കൗൺസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ കൗൺസിൽ COUNSEL കൗൺസിലും ഉണ്ട്, COUNCIL കൗൺസിലും ഉണ്ട്. തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചതാണ്. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് ഓർക്കാൻ പറഞ്ഞു. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യും? കൗൺസിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ബോധവൽക്കരണം ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അഭ്യർത്ഥിക്കുക എന്നൊക്കെ പറയാം. പിള്ളേരെയൊക്കെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി എന്ന് പറയില്ലേ? എസ് സ്റ്റുഡന്റ് എന്ന് ഓർക്കുക. കൗൺസില് നമ്മൾ എന്ത് ചെയ്യുന്നത്? സംസാരിച്ച് റെഡിയാക്കുക, അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തുക, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക. സി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പഠിക്കാൻ പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി സഭകളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൗൺസിൽ എന്ന് പറഞ്ഞാൽ സഭ. അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സഭ എന്നർത്ഥത്തിൽ ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ദ സിനോണിം ഫോർ അമിയബിൾ. അമിയബിളിന്റെ സിനോണിം ഏത്? അമിയബിളിന്റെ മീനിങ് ഫ്രണ്ട്ലി, സൗഹൃദപരമായിട്ട് എന്നാണ്. അപ്പൊ ലൈവ്ലി ഉണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്? വിജിലന്റ് ഉണ്ട്, അതേപോലെ ഇൻഫ്ലുവൻഷ്യൽ ഉണ്ട്, ഫ്രണ്ട്ലി ഉണ്ട്. ഏത് ഉത്തരം വരുന്നുണ്ടല്ലേ? ഫ്രണ്ട്ലി വരുന്നു. അപ്പോൾ അമിയബിൾ മീൻസ് ഫ്രണ്ട്ലി. അമിയബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി പേഴ്സൺ എന്നാണ് കേട്ടോ. ബോസം ഫ്രണ്ട് ഒരു ഇഡിയാണ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് എന്നാണ് കേട്ടോ. അമിയബിൾ, ഫ്രണ്ട്ലി, ബോസം ഫ്രണ്ട് ഒരു ഇഡിയാണ്, ക്ലോസ് ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം കേട്ടോ. അതേപോലെ ഫ്രണ്ടിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് അമിസിസൈഡ്. ഫ്രണ്ടിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് അമിസിസൈഡ് എന്നാണ് പറയുന്നത്. അമിയബിൾ പേഴ്സണെ അമിക്ക് കൊന്നു കഴിഞ്ഞാൽ അമിസിസൈഡ് എന്ന് പഠിക്കുക. അമിസിസൈഡ് ആണ് ഫ്രണ്ടിനെ കൊല്ലുന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ള വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. നമ്മൾ പഠിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതുപോലെ തന്നെയാണ് വന്നത്. അപ്പോൾ ആർക്കും വലിയ പാടൊന്നുമില്ല. ഇംഗ്ലീഷ് വളരെ എളുപ്പമായിരുന്നു.
10 മാർക്കും സുഖമായിട്ട് കണ്ണും കൂട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇംഗ്ലീഷിന് കിട്ടിയ മാർക്കുകൾ. ഓക്കെ.